കനത്ത വേനൽ ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. നാട്ടിലും കാട്ടിലുമെല്ലാം ഒരുപോലെ മനുഷ്യരും മൃഗങ്ങളും ചൂടിന്റെ കാഠിന്യമേറ്റ് എന്ത് ചെയ്യുമെന്നറിയാതെ കുഴയുന്ന അവസ്ഥയാണ്. തിരുവനന്തപുരം മൃഗശാലയിൽ എന്താണ് മൃഗങ്ങൾക്ക് പരിചരണമൊരുക്കുന്നതിന് വേണ്ടി മൃഗശാല അധികൃതർ ഈ വേനലിനെ അതിജീവിക്കുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അറിയാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഡൽഹി മൃഗശാലയിൽ നിന്ന് 11 വർഷം മുമ്പ് തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ച ശ്രാവൺ എന്ന വെള്ളക്കടുവയുടെ കൂടിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിനെ ഇപ്പോൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ കടുവകളെ എത്ര തവണ ഒരു ദിവസം കുളിപ്പിക്കാറുണ്ട്? 2 തവണയാണ് സാധാരണ രാവിലെയും വൈകുന്നേരവും. നോർമലി അത് കുളത്തിലിറങ്ങി തന്നെ കുളിക്കാറുണ്ട്. ചില സമയങ്ങളിൽ അത് 4 വരെ ആവാറുണ്ട്. കാരണം ചൂട് കൂടുതലാണെങ്കിൽ, വേനൽക്കാലമാണെങ്കിൽ അത് 4 തവണ വരെ. ഇപ്പം 4 തവണയാണ്. രാവിലെ വന്നുകൊണ്ടേ നമ്മൾ കൂട് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം അതിനെ കുളിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഭക്ഷണത്തിന് തൊട്ട് മുമ്പ്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ 2ാമത് ഷിഫ്റ്റ് കയറുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത സമയം 13 വയസ്സ് കഴിഞ്ഞു. 13 വയസ്സ് കഴിഞ്ഞു. നമ്മളോട് നോർമലി ആള് പാവമാണ്, പക്ഷെ വിളിച്ചാൽ അടുത്തൊക്കെ വരും. എന്നിരുന്നാൽ തന്നെ ചിലപ്പോൾ അവരുടെ നാച്ചുറൽ ബിഹേവിയർ അവർ ഇത് അഗ്രസീവ് ആവുന്ന ഭക്ഷണം ഇടുന്ന സമയത്ത് മാത്രം. തണുപ്പ് വരുമ്പോൾ അവന് നല്ല ഒരു ഇതാണ്. ഒരു അറ്റാക്കിംഗ് മോഡായിരിക്കും അല്ലേ? അത് തന്നെയാണ് ചൂടിന്റെ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇപ്പോൾ? ഇല്ല. ഭക്ഷണക്രമം അതിന് നമ്മൾ റൊട്ടീൻ ചെയ്യുന്ന ആ ഭക്ഷണക്രമം തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ ബീഫ് മാത്രമാണ് കൊടുക്കുന്നത്. മണം അപ്പൊ ഇതാണ് ശ്രാവണിന്റെ കൂട്ടിൽ നിന്നുള്ള കൗതുക കാഴ്ചകൾ. എന്റെ അടുത്ത് വന്ന് നിപ്പുണ്ട്. അപ്പൊ അവര് അടുത്തോട്ട് നിന്നാലും കുഴപ്പമൊന്നും ഇല്ലെന്നാ പറയുന്നത്. എന്നാലും നമുക്കൊരു ഭയം, മനുഷ്യരെ പോലെ അല്ലല്ലോ, കുറച്ചുകൂടെ ശ്രദ്ധിക്കണമല്ലോ. അപ്പം ഇവിടെ നിന്ന് നമ്മളിനി പുള്ളിപ്പുലിയുടെ കൂട്ടിലേക്ക്, ഈ ചൂടിനെ അതിജീവിക്കാൻ അവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് കാണാനാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുള്ളിപ്പുലികളെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലം. അത് ചൂടിനെ അതിജീവിക്കാനായി അതിനെയും കുളിപ്പിക്കുകയാണ്. പ്രത്യേകം ചില ക്രമീകരണങ്ങളൊക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് കുഞ്ഞ് പുള്ളിപ്പുലിയാണ് അല്ലേ? ഇത് കുഞ്ഞു പുള്ളിപ്പുലിയാണ്. എത്ര? 1.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. പേര് സായി. സായിയുടെ അച്ഛനും അമ്മയൊക്കെ മാതാപിതാക്കൾ? അമ്മ ജാൻവിയാണ്. തൊട്ടടുത്ത കൂടുതൽ അകത്തേക്ക് കിടപ്പുണ്ട്, ഒളിച്ചു കിടക്കുകയാണ്. അച്ഛൻ ശുക്കൂർ എന്ന് പറയും. ശുക്കൂറിനെ ഇപ്പം മാറ്റിയിട്ടേക്കാണ്, അടുത്ത കൂടുതലേക്ക് മാറ്റിയിട്ടേക്കാണ്. ഇവിടെ തന്നെ ഉണ്ട്, അതിനകത്ത് തന്നെ ഉണ്ട്. ജാൻവിയെ കുളിപ്പിക്കുന്നില്ല? ജാൻവിയെ കുളിപ്പിക്കും. അടുത്ത ഇത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയല്ല, അതിനെ മാറ്റിയിട്ടേക്കാണ്. അപ്പോൾ ഇതിനും ഈ ഭക്ഷണം എന്താണ് ഏറ്റവും പ്രിയം? വേനൽ ബീഫ് തന്നെയാണ്. എല്ലാത്തിനും ഇവർക്കെല്ലാം ബീഫാണ് ഇഷ്ടം. എത്ര ബീഫ് കൊടുക്കും ഒരു ദിവസം ഇതിനൊക്കെ? 3.5 കിലോ മുതൽ 4.5 വരെ ഒരു ദിവസം. അപ്പോൾ അത് 3 നേരമായിട്ടോ? ഇല്ല, ഒറ്റ നേരമാണ്. ഒറ്റ നേരം കൊടുക്കുന്നത്? പുള്ളിപ്പുലികൾക്കാണ്. ബാക്കിയുള്ളതിന് അളവ് കൂടും. കടുവയ്ക്കും സിംഹയ്ക്കും അളവ് കൂടുതലാണ്. ഈ മറ്റേ നമ്മുടെ കടുവ ശ്രാവൺ ഭയങ്കരമായ ഗർജനം ഉണ്ടാക്കിയായിരുന്നു. ഇതിനെങ്ങനെ ശൗര്യമൊന്നുമില്ല? ഇതിന് ചെറിയ സൗണ്ടാണുള്ളത്, വലിയ ശബ്ദങ്ങളില്ല. ചെറിയ പൂച്ചയുടെ കുറച്ച് സ്വഭാവം അത് തന്നെയാണ്, പൂച്ച വർഗത്തിലുള്ളത് തന്നെയാണിത്. ആ പൂച്ചയെ പോലെ തന്നെയാണ്. അതിന്റെ ബിഹേവിയർ ഒക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ പൂച്ച വലുതായ എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ്. കുറച്ചുകൂടെ ഇത് അഗ്രസീവാണ് പൂച്ചയേക്കാൾ. അപ്പോൾ അതാണ് നമ്മുടെ പുള്ളിപ്പുലിയുടെ വിശേഷങ്ങൾ. പുള്ളിപ്പുലി സായിയാണിത്.
സായി 1.5 വയസ്സാണ് പ്രായം. സായിയുടെ അമ്മ ആ കൂടിനകത്തുണ്ട്. ജാൻവി എന്നാണ് പേര് അല്ലേ? ജാൻവി. ഓക്കെ. അപ്പം ജാൻവി കുറച്ച് കഴിയുമ്പോൾ ജാൻവിയും വരും. ചൂടിനെ അതിജീവിക്കാൻ ഒരു കുളി പാസ്സാക്കാനായി ജാൻവിയും അല്പസമയത്തിനകത്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ പുള്ളിപ്പുലിക്കുട്ടൻ സായിയുടെ കുളി വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വയനാടൻ കടുവയുണ്ട് അപ്പുറത്ത്, മണികണ്ഠന്റെ അടുത്തേക്ക് പോവുകയാണ്. പേരെന്തായിരുന്നു ഇന്ന പേര്? ബബിത. ഓക്കെ. അതിന് കുളി കഴിഞ്ഞായിട്ട് കുളി കഴിഞ്ഞു. ഗർഭിച്ചുകൊണ്ടാണ് വരുന്നത്. പേടിച്ചു പോകും നമ്മൾ. സാധാരണ ആളുകൾ അതിന്റെ ശബ്ദം കേട്ടാൽ നമ്മൾ ആനുവൽ പ്ലാനറ്റിലൊക്കെ മാത്രം കാണുന്ന കൂട്ട് ഗർജിക്കുന്ന ശബ്ദമായിട്ടാണ് അത് വിളിക്കുമ്പോൾ ഈ മൃഗശാലയിലെ പരിചാരകരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത്. ഇതാരാണ്? മണികണ്ഠൻ. കുറച്ച് അപകടകാരിയായ ഒരു അതിഥിയുടെ വിശേഷങ്ങളാണ് ഇനി. വയനാട് ആൾക്കാർക്ക് ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ നാട്ടിലിറങ്ങിയ ഒരു കടുവയുണ്ട്. 14 വയസ്സുകാരനായ മണികണ്ഠനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിച്ചത്. പക്ഷേ അങ്ങനെ നമുക്കൊരുപാട് ദ്രോഹമുണ്ടാക്കിയ ഉപദ്രവകാരിയായ കടുവയാണെങ്കിലും പരിചരണത്തിനിവിടെ തെല്ലും കുറവില്ല. അപ്പം ഈ വേനൽ ചൂടിനെ അതിജീവിക്കാൻ മണികണ്ഠനും എല്ലാ സൗകര്യങ്ങളും ഈ സൂവിൽ ഒരുക്കുന്നുണ്ട് എന്നതാണ് എടുത്ത് പറയേണ്ടുന്ന കാര്യം. അത് ചെറിയ മടിയനാണ്. വെള്ളം ദേഹത്ത് വീഴുന്ന അങ്ങനെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. കൂടിൻ്റെ ഒരു മൂലയ്ക്ക് തന്നെ ഇരിപ്പാണ്. അപ്പം ഇടയ്ക്ക് തോന്നിയാൽ പുറത്തേക്ക് ഇറങ്ങി വരും. ഞങ്ങളുടെ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു തവണ ഒന്ന് വന്നിരുന്നു. അപ്പോൾ ഇനിയും വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഈ കാഴ്ച കാണാൻ ഒരുപാട് അതിഥികളും എൻ്റെ കൂടിനും പുറത്ത് നിൽപ്പുണ്ട്. കാര്യം കൂട്ടിലാണെങ്കിലും ശൗര്യത്തിന് ഒട്ടും കുറവില്ല മണികണ്ഠന്. ശബ്ദം കേട്ട് ഈ അലറുന്ന ശബ്ദം കേട്ട് കാണാനായി കാത്തു നിൽക്കുന്ന സന്ദർശകർ വരെ പെട്ടെന്ന് പേടിച്ച് പുറകോട്ട് മാറുന്ന തരത്തിലാണ് ഇവന്റെ ശൗര്യം എന്നതാണ് എടുത്ത് പറയേണ്ടുന്ന കാര്യം. ഒരുപക്ഷെ പിന്നെയും ഒരിക്കൽ കൂടെ അലറി നമ്മുടെ ക്യാമറയുടെ നേരെ അടുത്തേക്കും ദാ വരുന്നു മണികണ്ഠൻ. മണികണ്ഠനെ പരിചരിക്കുന്ന ജീവനക്കാരനാണ്. എന്താണ് പേര്? മിഥുൻ. ഇത് ഭയങ്കര ഇപ്പോഴും ഈ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഇത് ഇപ്പോഴും ഉണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും കെയർ എടുത്തായിരിക്കും അല്ലേ? കെയർ എടുത്താണ് നിൽക്കുന്നത്. എങ്ങനെയാണ് ഭക്ഷണമൊക്കെ? ഭക്ഷണം അവന് ഉച്ചയ്ക്ക് കൊടുക്കും. അപ്പുറത്ത് വെക്കണ അമരിക്കുരി എന്ന് പറഞ്ഞാൽ വയനാട് കൊണ്ടുവന്നതാണ്. അവൻ രാത്രിയാണ് കൊടുക്കുന്നത്. ഇത് എന്താണ് ഇഷ്ട ഭക്ഷണം? ബീഫാണ് കൊടുക്കുന്നത്. ബീഫ് തന്നെയാണ്. എത്ര കൊടുക്കും? എത്രയാണ്? നമുക്ക് മണികണ്ഠന് 10 കിലോ ആണ്. 10 കിലോ ഒരു ദിവസം? അത് ഒറ്റ നേരമായിട്ടാണോ അതോ? ഒറ്റ നേരം. ഒരു നേരം. അപ്പൊ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ എങ്ങനെയാണ്? ചൂടിനെ പ്രതിരോധിക്കാൻ രാവിലെ കുളിപ്പിക്കും. ചിലപ്പോ സാധാരണ ഒരു നേരെ കുളിക്കത്തുള്ളൂ എന്നൊക്കെയാണ്. ഒരു നേരം കുളിക്കും. പിന്നെ നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ടാങ്കിൽ ഇറങ്ങും. തന്നെ ഇറങ്ങും. പിന്നെ ചിലപ്പോ ഉച്ചക്ക് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ ഇപ്പം വെള്ളത്തിന്റെ ഇത് വിശ്രമിക്കുന്നതൊക്കെ എങ്ങനെയാണ്? എപ്പോഴാണ്? അല്ല, ഒരു ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കിടത്തേനും പിന്നെ മടിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഭവിത കണക്ക്. അപ്പൊ ഈ ഇത് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് നേരെ എപ്പോഴെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട്? അതായത് ഒരു സൂപ്പർവൈസറിന് ഒരു അടി കിട്ടിയിട്ടുണ്ട് തലയിൽ. അത് അന്നല്ലേ? അപ്പൊ അതിന് ശേഷം എക്സ്ട്രാ പ്രിക്കോഷൻ ആണ്. ഇത് കൈ ഇങ്ങനെ ഇടില്ല, തിരിച്ചിങ്ങനെ ഇടും. നമ്മളെ അള്ളു അകത്തോട്ട് പിടിക്കും. കൈ ഇങ്ങനെ വരില്ല, പക്ഷെ തിരിച്ചിടും.
കാര്യം വലിയ വേനൽ ചൂടുണ്ട്, ആർക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ സുന്ദര കാഴ്ചകൾ, സൂവിനകത്തെ ഈ സുന്ദര കാഴ്ചകൾ കാണാനായി ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്ന സന്ദർശകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഞങ്ങളുടെ പിന്നാലെ കൂടിയിട്ടുണ്ട് കുട്ടിക്കൂട്ടം. എവിടുന്നാ വന്നേക്കുന്നേ? എവിടുന്നാ? പേരെന്താ? തിരുനെൽവേലി. എത്ര പേരുണ്ട്? 20 പേര്. ആദ്യമായിട്ട് ഇവിടെ? ഫസ്റ്റ് ടൈം? ഫസ്റ്റ് ടൈം. കോഴിക്കോട്. കുറ്റിയാടി. ഓ ആദ്യമായിട്ട്? അല്ല, രണ്ടാമത്തെ പ്രാവശ്യം. എത്ര പേരുണ്ടോ കൂടെ? ഞങ്ങൾ 3 പേര് ഫാമിലി ആയിട്ട് വന്നതാണ്, വെക്കേഷന് വന്നതാണ്. വെക്കേഷൻ എല്ലാ തവണ ഇപ്പോൾ വരുത്താറുണ്ട്, ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. ചെറിയ മോനെ കൂട്ടി രണ്ടാമത്തെ പ്രാവശ്യം വരുവാണ്. എങ്ങനെയുണ്ട്? കണ്ടോ കടുവയൊക്കെ? കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കേ. ഏറ്റവും വലിയ മൂന്നാമത്തെ മൃഗം എന്ന് അറിയപ്പെടുന്ന നീർക്കുതിര അഥവാ ഹിപ്പപ്പൊട്ടാമസ് എന്നാണ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത്. ഹിപ്പപ്പൊട്ടാമസിന്റെ കൂടുകൾക്ക് അടുത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അത് ഈ വലിയ ചൂടിനെ അതിജീവിക്കാനായി അവിടെ ഒരു കൃത്രിമമായി തയ്യാറാക്കിയിരിക്കുന്ന പോണ്ടുണ്ട്. ആ പോണ്ടിൽ നീരാടിയ ശേഷം കയറി വരികയാണ്. മുകളിൽ പരിചാരകൻ അതിന് ഈ ഇലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഭക്ഷിക്കുന്നതിന് വേണ്ടി, ആ ഇലകൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി അത് കയറി കൂട്ടമായി മുകളിലേക്ക് വരികയാണ്. ഒരു കൗതുകമുള്ള കാഴ്ച കൂടിയാണ്. കാരണം ഈ ചൂടിനെ അതിജീവിക്കാനായി മനുഷ്യൻ പെടാപ്പാട് പെടുകയാണ്. അപ്പോൾ ഈ മൃഗങ്ങളുടെ കാര്യം പറയേണ്ടതില്ല. അതിനിടയിൽ ആശ്വാസമായി ഭക്ഷണം കൂടി എത്തുന്നു. ആ കാഴ്ച കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ചുറ്റും ഒരുപാട് സന്ദർശകരും. നമുക്കിനി ആ വിശേഷങ്ങളൊക്കെ ആ പരിചാരകനോട് തന്നെ ചോദിക്കുക. അദ്ദേഹം പറയും അതിൻ്റെ ഭക്ഷണക്രമമൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ പരിചാരകനായ ചേട്ടൻ എന്നോടൊപ്പം ചേരുന്നു. എന്താ പേര്? സജി. സജി. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭക്ഷണക്രമമൊക്കെ? ഭക്ഷണക്രമം രാവിലെ പുല്ലിട്ട് കൊടുക്കും. പാനം നിറയ്ക്കാൻ പ്രത്യേകം ഫുഡ് അവിടെ നിന്ന് കൊണ്ടുവരും. അത് ഈ മുളപ്പിച്ച ഭക്ഷണമായിരിക്കും അല്ലേ? ഇതിന് മുളപ്പിച്ചല്ല, ഇതിന് തവിട്, ചോറ്, നമ്മളെ അരിച്ചോറ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുള്ള ഒരു ആഹാരം രാവിലെ പാനം നിറയ്ക്ക് കൊടുക്കും. പിന്നെ ഇതാണ് ഏറ്റവും മൂത്തത്. ഇല്ല, ഇതിന്റെ പ്രായം അങ്ങനെ ഇല്ല. ഇത് അമ്മയും കുട്ടിയാണത്. അമ്മയും കുഞ്ഞുമാണ്. ഓ ശരി ശരി. ഇത് എത്ര പ്രായം കാണും ഇതിന്? കുട്ടിക്കാണോ? കുട്ടിക്ക് ഒരു 2 വയസ്സ്, ഏകദേശം 2 വയസ്സൊക്കെ വരും. അപ്പോൾ എപ്പോഴും ഫുൾ ടൈം വെള്ളത്തിലാണ്? ഫുൾ ടൈം വെള്ളത്തിലാണ്. ഈ ചൂടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ? ഒരു ഫുഡിന് മാത്രം കയറും, പിന്നെ വെള്ളത്തിലേക്ക് തന്നെ. എത്ര എണ്ണം ഉണ്ട് ഇത്? നമ്മുടെ 5 എണ്ണം. ഇത് എവിടെ നിന്ന് എത്തിച്ചാണ് ഇതിന്? അത് അപ്പോൾ അതൊക്കെയാണ് ഈ നീർക്കുതിരയുടെ ഹിപ്പപ്പൊട്ടാമസിന്റെ വിശേഷങ്ങൾ. 5 ഹിപ്പപ്പൊട്ടാമസുകളാണ് നമ്മുടെ തിരുവനന്തപുരത്തെ സൂവിലുള്ളത്. അവിടെ ഈ ഇലകളൊക്കെ ഭക്ഷിച്ച ശേഷം തിരികെ വീണ്ടും വിശ്രമത്തിനായി അതേ വെള്ളത്തിലേക്ക് തന്നെ പോകും. 2 പേർ ഭക്ഷണം കഴിക്കുന്നു, അമ്മയും കുഞ്ഞുമാണത്. ശേഷിക്കുന്ന 3 പേർ ഭക്ഷണമേ വേണ്ട, വെള്ളത്തിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് വെള്ളത്തിനകത്ത് തന്നെ കിടക്കുകയാണ്. സമയം പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത കൂട്ടിനടുത്തേക്ക് ചെല്ലണം. അവിടുത്തെ മൃഗങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഈ കൂടിനുള്ളിൽ തേൻ കരടികളാണ്. ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ഈ കരടികൾക്ക് വേണ്ടി അവിടെ ഫ്ലിങ്കറിംഗ് എന്ന ഒരു സംവിധാനം, അതായത് മഞ്ഞ് പെയ്യുന്നത് പോലെ മുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഡ്രോപ്പായി, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡ്രോപ്പായി മുകൾ ഭാഗത്ത് പ്രത്യേക സജ്ജമാക്കിയിരിക്കുന്ന പൈപ്പിലൂടെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കും. ചൂട് കൂടുമ്പോൾ ശരീര ഊഷ്മാവ് അത് സാധാരണ നിലയിലാക്കാൻ ഈ കരടികൾ നേരെ ഫ്ലിങ്കറിങ് പൈപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഏറ്റവും മുകൾ ഭാഗത്തേക്ക് എത്തി ശരീരം നനപ്പിച്ച് വീണ്ടും അതിൻ്റെ സാധാരണ ശൈലിയിൽ താഴേക്കും മുകളിലേക്കൊക്കെയായി ഓടി നടക്കുന്നതാണ് പതിവ്. ഇപ്പോൾ അത് ഈ കാണുന്നതാണ് കാഴ്ച. അതായത് ഈ ചൂടുള്ള സമയത്ത്, ചൂട് കൂടുന്ന സമയത്ത് ഫ്ലിങ്കറിംഗ് സാങ്കേതിക വിദ്യയിലൂടെ ഈ പൈപ്പിലെ വെള്ളം അതിൻ്റെ ശരീരത്തിൽ പതിക്കുന്നു. ആ വെള്ളം പതിച്ച ശേഷം അത് വീണ്ടും അതിൻ്റേതായ മുകളിലാണ് അതിൻ്റെ കൂടുകൾ. ആ കൂടുകളിലേക്കോ അതല്ല എങ്കിൽ മറ്റ് വശങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്ന ചെറിയ പാറ മടക്കുകളിലേക്കോ ഒക്കെ ചെന്ന് വിശ്രമിക്കുന്ന ഒരു ശൈലിയാണ് ഈ തേൻ കരടികളുടേത്. ഈ വേനൽ ചൂടിൽ ഏറ്റവും കോളടിച്ചിരിക്കുന്നത് മൃഗശാലയിലെ പാമ്പുകളെ, ഉരകങ്ങളെ വളർത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്താണ്. അതായത് ഇവിടെ AC-യും കൂളറുമൊക്കെ വെച്ചുകൊണ്ടാണ് ഈ പാമ്പുകളുടെ, അനക്കോണ്ടയുടെയും രാജവെമ്പാലയുടെയും ഒക്കെ ശരീര ഊഷ്മാവ് നിലനിർത്തുന്നത്. ആ സുന്ദര കാഴ്ചകളാണ് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പുകളുടെ ഇനമാണ് അനക്കോണ്ട. ആ ഇനത്തിൽപ്പെട്ട ഒരു അനക്കോണ്ടയാണ് എനിക്ക് പിന്നിൽ. ഈ വെള്ളത്തിൽ ചൂടൊക്കെ മാറ്റി തണുപ്പൊക്കെ അനുഭവിച്ച് ഈ വേനൽ ചൂടിൽ നിന്ന് രക്ഷ തേടി ആ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ തല ഉയർത്തിക്കൊണ്ട് ഇവിടേക്ക് എത്തുന്ന ആളുകളെയൊക്കെ നോക്കി ജിജ്ഞാസയോടെ വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ ഊളിയിട്ടുകൊണ്ട് പോകുന്നു. രാജവെമ്പാലയും അനക്കോണ്ടയും പെരുമ്പാമ്പിനെയും ഒക്കെ തൊട്ടടുത്തടുത്ത കൂടുകളിലാണ് AC-യും ഫാനും ഒക്കെ നൽകിക്കൊണ്ട് ഈ ചൂടിനെ അതിജീവിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി ഈ മൃഗശാലയിൽ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൃഗശാലയുടെ സൂപ്പർവൈസർ കൂടിയായ രാമൻ എന്നോടൊപ്പം ചേരുന്നു. വലിയ ചൂടാണ്, നമുക്ക് തന്നെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പാമ്പുകൾക്കൊക്കെ എങ്ങനെയാണ്? പാമ്പുകൾക്ക് നമ്മൾ ഡെയിലി 2 നേരം വെള്ളം നനച്ചു കൊടുക്കും. പിന്നെ അതിൻ്റെ AC ഉണ്ട്, AC ഇട്ട് കൊടുക്കും. പാമ്പുകൾക്ക് അതിന് യോജിച്ച രീതിയിലുള്ള അതിനകത്ത് ചെടികളും മറ്റുള്ളതൊക്കെ വെച്ച് അതിനൊരു തണുപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കൂടുകളും. അതായത് AC-യും ഫാനും ഒക്കെ വെച്ചേക്കുന്നതിനപ്പുറത്ത് ചെടികളൊക്കെ വെച്ച് കുറച്ചും കൂടെ തണുപ്പ് വരത്തക്ക രീതിയിൽ വൃക്ഷങ്ങളെയും കൂടെ ചെറിയ ചെറിയ ചെടികൾ അതിന് തണുപ്പ് കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ വെള്ളം എത്ര നേരം എങ്ങനെ ഒഴിക്കും? വെള്ളം 2 നേരം ഒഴിക്കും, രാവിലെയും വൈകിട്ടും ഒഴിക്കും. ഇതിനൊരു തണുപ്പിന് വേണ്ടി ചെടികളും എല്ലാം ഇങ്ങനെ ഒരു കുളിർമ അവിടെ നിൽക്കും. അതിനകത്ത് AC അടക്കമുണ്ട്, AC എല്ലാം പ്രവർത്തനമാണ്. പിന്നെ ഈ വെള്ളത്തിൽ വന്ന് കിടക്കും. വെള്ളത്തിൽ വന്ന് കിടക്കും. ഈ തണുപ്പ് മണ്ണ് പിന്നെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ മണലാണ്. എന്താണ് ഭക്ഷണം ഈ പാമ്പിന് കൊടുക്കുന്നത്? ചേരയാണ് കൊടുക്കുന്നത്. ഈ എല്ലാത്തിനും ഈ കിങ്കോബ്രയ്ക്ക് എല്ലാം ചേരയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടുന്ന് തന്നെയുള്ള ചേര നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും. അതിന് അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് നമ്മൾ ഇതിന്റെ അകത്തുള്ളതൊക്കെ പിടിക്കുമ്പോൾ നല്ല ചേര നോക്കി അത് കൊടുക്കും. എത്ര ചേര ഇടും? എങ്ങനെ? ഒരു ചേരയാണ്. തിങ്കളാഴ്ച ഓരോ ഫീഡ് ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം ഫീഡ് ചെയ്തു. ഒറ്റ ദിവസം ഒരു വലിയ ചേര ഇട്ടു. ഒരു ചേര ഇട്ടു. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭക്ഷണ രീതി. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ വേനൽക്കാലത്ത് കെയർ കൊടുക്കുന്ന ഒരു ഇനം 2-3 അനിമലാണ്. ഒന്ന് കിൻകോബ്ര, 3 ഉണ്ട്. കിൻകോബ്രയ്ക്കാണ് നമ്മൾ പുതിയ സംവിധാനങ്ങൾ ഒരുക്കി കൂളിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്, തണുപ്പ് കൊടുക്കുന്നുണ്ട്, AC നേരത്തെ തന്നെ ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. അതായത് നമ്മുടെ മനുഷ്യർക്ക് വേനൽ ചൂടിനെ അതിജീവിക്കാനായി ഒരുക്കുന്ന സജ്ജീകരണങ്ങളെക്കാൾ കൂടുതൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരുക്കുന്നതിനേക്കാൾ അധികമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ ഈ മൃഗശാലയിലെ
ഈ കൗതുക കാഴ്ചകളായ ഈ എല്ലാ മൃഗങ്ങളെയും അതോടൊപ്പം ഉരകങ്ങളെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഫാനും എ സിയും മറ്റ് ഫ്ലിങ്കറിങ്ങും അതുപോലെ സ്പ്രിംഗ്ലറുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കൃത്യമായി ഈ വേനൽ ചൂടിനെ അതിജീവിക്കാനുള്ള ക്രമീകരണങ്ങൾ എല്ലാ കൂടുകളിലും ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെയാണ് ഗ്രീൻ അനക്കോണ്ട ഉള്ളത്. വളരെ പ്രത്യേകതയുള്ള അനക്കോണ്ട ഇനത്തിൽപ്പെട്ട ഒരു പാമ്പാണ് ഗ്രീൻ അനക്കോണ്ട. അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മുടെ പരിചാരകൻ തന്നെ പറയാം. എന്താ പേര്? എന്റെ പേര് ബിപിൻ. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? എന്താണ് ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയിട്ട് അടയിരിക്കുന്ന പാമ്പുകളിൽ ഉള്ള ഒരു പാമ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരു പാമ്പ് കിങ് കോബ്ര ആണെങ്കിൽ അടുത്തത് നമ്മുടെ ഗ്രീൻ അനക്കോണ്ട ആണ്. അപ്പൊ ഇത് മറ്റേതിന് ചേരയൊക്കെയാണ് കൊടുക്കുന്നത്, ഇതിനെങ്ങനെയാണ്? രാജാമ്പരിക്ക് പൊതുവായിട്ട് നമ്മള് മഞ്ഞച്ചേര കൊടുക്കുന്നത്. ഗ്രീൻ അനക്കോണ്ട നമ്മുടെ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഒരു 1.5 കിലോ കോഴി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മൊയല് റാബിറ്റ്. ജീവനോടെ കൊടുക്കുമോ അതോ? ജീവനോടെ ലൈവ് ആണ് അവർ ഭക്ഷണം കഴിക്കുള്ളൂ, അല്ലാതെ അവര് ജീവനുള്ളതിനെ കഴിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ കൊന്ന് ഇങ്ങനെ പിടിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും എടുക്കില്ല. ഇതെങ്ങനെ ആഴ്ചയിൽ ഒരിക്കലാണോ ഭക്ഷണം? ഇതിനെങ്ങനെ? ഇത് 1.5 ആഴ്ച കൂടുമ്പോ കൊടുക്കും. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മോഷനാണ്. അത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് ദഹിക്കാനുള്ള ടൈമിംഗ് ഉണ്ട്. അത് ടൈമിംഗ് ആ മോഷൻ പോകുന്നതിന്റെ അനുസരിച്ചാണ് നമുക്കറിയാം. അപ്പൊ അത് പോയി കഴിഞ്ഞ് നമ്മൾ മിനിമം 2 ദിവസം 3 ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം. ഈ ചൂടിനെ പ്രതിരോധിക്കാൻ AC ഫാൻ അത് തന്നെയാണ് ഇവിടെ? AC ഫാൻ. പിന്നെ നമുക്ക് ഇവിടെ അരുവിയുണ്ട്. അത് വെള്ളം മോട്ടർ ചെറിയൊരു കംപ്ലൈന്റ്, ഇപ്പൊ ഇലക്ട്രീഷ്യൻ വരും, വെള്ളം ചാടും. അപ്പൊ വെള്ളം റൊട്ടേഷൻ ആകുമ്പോ അതിന് പ്രത്യേക ഒരു കൂളിംഗ് ഉണ്ട്. പിന്നെ എയർ വിൻഡോ ആണ് മുകളിൽ നമുക്ക്. അനങ്ങാതെ കിടക്കുന്നത് ഇങ്ങനെയാണോ എപ്പോഴും? അല്ല, അത് തീറ്റയുടെ ടൈം ഉണ്ട്, അപ്പൊ തീറ്റ നോക്കുന്നതാ. മൃഗശാലയിൽ മാത്രമല്ല, നമ്മുടെ വീടുകളിലും ചെറുപാത്രങ്ങളിൽ നമുക്ക് വെള്ളം കരുതാം. പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ അതൊരു ആശ്വാസമാകട്ടെ. വേനൽ ചൂടിലെ കുളിരേകും കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷേ തൽക്കാലത്തേക്ക് വിടാം.